യേശുനാഥ അങ്ങേക്കാരാധന, ദൈവപുത്ര അങ്ങേക്കാരാധന. യേശുനാഥ അങ്ങേക്കാരാധന, തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. മകളെ, വലിയൊരു ദൈവകൃപയുടെ താഴ്വാരത്തിലാണ് നമ്മൾ അണഞ്ഞിരിക്കുന്നത്. കർമ്മല മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇപ്പോൾ വിവിധങ്ങളായ ഭവനങ്ങളിലിരുന്ന്, മേശയ്ക്ക് ചുറ്റുമിരുന്ന്, പ്രാർത്ഥനാമുറിയിലിരുന്നു കൊണ്ട് ഒറ്റയ്ക്കും സമൂഹമായും ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന മാതാവിൻ്റെ തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കുകയാണ്. ഇപ്പോൾ കർമ്മലീത്ത സഭയിൽ വിശുദ്ധരായി തീർന്നിരിക്കുന്ന എല്ലാ വിശുദ്ധാത്മാക്കളും നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നതായി കാണുകയാണ്. ഇന്ന് ഈ സമയം ദൈവമായ കർത്താവ് നമ്മോട് സംസാരിക്കുന്ന വചനം, ഈ പ്രയർ ലൈനിൽ ഇന്നോളം സംബന്ധിച്ചിട്ടുള്ളവർ, മാതാവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സർവ്വരുമായിട്ട് വചനം നമ്മോട് പറയുന്നു. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ എന്നിൽ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഭാഗ്യം വിളിച്ചു വരുത്താൻ ഒറ്റ കാര്യമേ ഉള്ളൂ, വിശ്വസിക്കുക. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. ഇതാ മാതാവ് ഈശോയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമാണ് പരിശുദ്ധ അമ്മ. കൃപയുടെ വിതരണക്കാരിയാണ് പരിശുദ്ധ അമ്മ. എന്ത് കൃപയാണ് നിനക്ക് വേണ്ടത്, നീ ആവശ്യപ്പെട്ടുകൊള്ളുക അമ്മയോട് ചേർന്ന്. അമ്മയുടെ മകൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മാതാവിൻ്റെ വലിയ ഒരു സംരക്ഷണമാണ് വിശുദ്ധ ഉത്തിരീയത്തിലൂടെ നമുക്ക് തരുന്നത്. വിശുദ്ധ സൈമൺ സ്റ്റോക്കാണ് ഈ വലിയ ഭക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു തന്നത്. പിശാചിനെ തകർക്കുന്ന ഒരു സംരക്ഷണ കവചമാണ് ഉത്തിരീയം. നമ്മുടെ ജീവിതത്തിൽ നിരാശകൾ ഉണ്ടാകുമ്പോൾ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, തഴക്കദോഷങ്ങൾ അകപ്പെടുമ്പോൾ, ദുശീലങ്ങൾ അകപ്പെടുമ്പോൾ, ഈ ഉത്തിരീയം ഒരു സംരക്ഷണ കവചമായിട്ട് നമുക്ക് വരികയാണ്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം. ഓർക്കണേ, അലങ്കോലപ്പെട്ട ജീവിതങ്ങളെ അലങ്കരിക്കുവാനായിട്ട് പരിശുദ്ധ കർമ്മല മാതാവ് നമ്മുടെ ഓരോ ഭവനങ്ങളിലേക്കും, നമ്മുടെ ഓരോ പ്രവൃത്തികളിലേക്കും, ഓരോ ശുശ്രൂഷകളിലേക്കും കടന്നു വരികയാണ്. ഈശോയോടൊപ്പം മാതാവിനെ നമുക്ക് സ്വീകരിക്കാം. അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. നമ്മുടെ മനസ്സ്, ആത്മാവ്, ശരീരം പൂർണ്ണമായി ഈശോയുടെ കരങ്ങൾക്ക് നമുക്ക് സമർപ്പിക്കാം. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നീ രോഗിയാണോ? നിന്റെ രോഗത്തിലേക്ക് ഈശോ കടന്നു വരികയാണ്. നീ കഷ്ടങ്ങളും നഷ്ടങ്ങളും അനുഭവിക്കുന്നവനാണോ? ഈശോ ഇതാ നിന്റെ സവിധത്തിലേക്ക് കടന്നു വരികയാണ്. തിന്മയുടെ സ്വാധീന വലയത്തിൽപ്പെട്ട്
കഷ്ടപ്പെടുന്നവളോ കഷ്ടപ്പെടുന്നവനാണോ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നീ നിരാശയിൽ അകപ്പെട്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെടുമ്പോൾ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആരാണെന്ന് നോക്കിയേ. നിന്റെ കുടുംബത്ത് എന്താ സംഭവിക്കുന്നറിയാൻ വേണ്ടി പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നിന്നെ ഒറ്റയ്ക്ക് വിടുകയില്ല. ഈശോ നമ്മുടെ കൂടെയുണ്ട്. അന്ധകാരപൂർണമായ താഴ്വരകളിൽ കൂടി നടക്കുമ്പോഴും വെളിച്ചമില്ലാത്ത കൂരിരുട്ട് നടക്കുമ്പോഴും അമ്മയും ഈശോയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതെന്തൊരു ശക്തിയാണ്. ആ അമ്മയാണ് പറയുന്നത്, ഞാൻ നിനക്ക് സംരക്ഷണം നൽകും. എൻ്റെ മോനോട് പറയും, ഇന്നിപ്പോൾ നീ ഒറ്റയ്ക്ക് ഒരു മുറിയിലിരുന്ന് വിഷമിക്കുന്നവരുണ്ടാകാം. ഒരുപക്ഷെ മകൻ്റെ രോഗത്തെ പ്രതി, ഒരുപക്ഷെ കുടുംബത്തിൻ്റെ ജീവിതഭാരത്തെക്കുറിച്ച് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെട്ടു നിൽക്കുന്ന മാതാപിതാക്കളുടെ മുമ്പിലേക്ക് ഇതാ മാതാവും ഈശോയും കടന്നു വരികയാണ്. നീ കിടക്കുന്ന മുറി, നീ ഇരിക്കുന്ന കസേര, നീ ജോലി ചെയ്യുന്ന നിൻ്റെ ഓഫീസ്, നീ എഴുതുന്ന പേനകൾ, ഇതിലൂടെയെല്ലാം ദൈവസ്നേഹം പകർന്നു തരുവാനായിട്ട് മാതാവും ഈശോയും നമ്മുടെ പക്കലേക്ക് കടന്നു വരികയാണ്. കർമ്മല മലയിൽ എലിയ പ്രവാചകനോട് പറഞ്ഞില്ലേ, എലിയ നീ ഇവിടെ എന്തു ചെയ്യുകയാണ്? എലിയ പ്രവാചകൻ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ ജ്വലിക്കുകയാണ്. ഒരു ജ്വലനം നമുക്കുണ്ടാകട്ടെ. ഈ ആരാധന സംബന്ധിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥിക്കാനായൊരു ജ്വലനമുണ്ടാകട്ടെ, സ്നേഹിക്കാനായിട്ടൊരു ജ്വലനമുണ്ടാകട്ടെ, ക്ഷമിക്കാനായിട്ടുള്ള ജ്വലനമുണ്ടാകട്ടെ. കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഇതാ മാതാവും ഈശോയും നമ്മുടെ ഭവനത്തെ അനുഗ്രഹിക്കുന്നതാണ്. കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. മകനേ മകളെ കരയല്ലേ നീ, നിൻ ഭവനത്തിൻ കാവലായി പരിശുദ്ധ അമ്മ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മ കൂടെയുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. പരിശുദ്ധ കർമ്മല മാതാവേ, അമ്മയുടെ ഉത്തിരിയത്താൽ ഞങ്ങളെ പൊതിയണമേ. അമ്മേ ഞങ്ങളെ കാക്കണമേ. അമ്മേ ഞങ്ങളെ സംരക്ഷിക്കണമേ. അമ്മേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്വരമുയർത്തി വിളിച്ച് സ്വർഗത്തിന്റെ ശക്തി നിറയട്ടെ, സ്വർഗത്തിന്റെ കൃപ നിറയട്ടെ. കർമ്മലനാദേ വാഴ്ക, നിർമ്മല കന്നി വാഴുക. നിന്റെ മക്കൾ കഭയം നിരസിക്കരുതന്നമ്മേ. കർമ്മലനാദേ വാഴ്ക, നിർമ്മല കന്നി വാഴുക. നിന്റെ മക്കൾ കഭയം നിരസിക്കരുതന്നമ്മേ.